ഉറങ്ങി കിടക്കുന്നേക്ക് അവിടെ പുതപ്പിൻ്റെ അടിയിൽ എന്തോ ഒരു അനക്കം കണ്ടു വന്ന് നോക്കിയപ്പോൾ ഒരു വാല് കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, നമ്മുടെ പപ്പിസേച്ചിയെല്ലാം ഈ നമ്മുടെ മിയോക്കുട്ടിയാണ് കേട്ടോ. മിയോക്കുട്ടിയാണെങ്കിൽ കൊച്ചിനായിട്ട് അന്ന് ഓർത്ത് ആരും തെറ്റിദ്ധരിക്കേണ്ട. മിയോക്കുട്ടിക്കാണെങ്കിൽ പരിപാടിയോട് താല്പര്യമില്ല. അതൊക്കെ കച്ചറ പരിപാടിയാണ്, സാധാരണ ലോക്കൽ പൂജകളൊക്കെ ചെയ്യുന്ന പരിപാടി പിള്ളേരൊക്കെ എടുത്തിട്ട് വന്നതും. മിയോക്കുട്ടിക്കാണെങ്കിൽ ആ ഒരു പരിപാടിയോട് താല്പര്യമില്ലാന്ന് തോന്നുന്നു. സിംഗിളായിട്ടാണ് വന്നേക്കണതും. കൊച്ചിനെ ഏതോ ഒരു മൂലൊക്കെ കൊണ്ടിട്ടിട്ടാണ് ഈ മൂപ്പിലാത്തി ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. വന്ന് കിടക്കണ കിടപ്പുണ്ടാവത്തേക്കും ഇവളൊന്ന് ബോധവൽക്കരണം നടത്തിയിട്ടേ കാര്യമുള്ളൂ എന്നും പറഞ്ഞ് ഞാൻ വേഗം തന്നെ കുഞ്ഞിനായിട്ട് വന്നേക്കണം. അതേ പണ്ടത്തെ പോലെ സിംഗിളൊന്നല്ല, ഇപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തമൊക്കെ ഉള്ള ഒരു അമ്മക്കുട്ടിയാണ്. മര്യാദക്ക് പിള്ളേനെ നോക്കി എവിടെയെങ്കിലും പോയി ഇരിക്കടി എന്നും പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തും. കുഞ്ഞിനെ കണ്ട പാടെ തന്നെ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. വന്ന പാടെ തന്നെ കുഞ്ഞിനെ അങ്ങോട്ട് എടുക്കാനുള്ള പരിശ്രമം ആരംഭിച്ചു. കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി അവൾ അവിടെ കിടന്ന് കാട്ടിക്കൂട്ടി പരാക്രമം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൾക്കാണെങ്കിൽ കുഞ്ഞെ എടുക്കറിയാൻ പാടില്ല. കുഞ്ഞെ എടുക്കാനാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ മേത്ത് മൊത്തം വായിലെ തുപ്പലൊക്കെ മൊത്തം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ അല്ല ഇവള് കുഞ്ഞിനെ ഇല്ലാതെ എല്ലായിടത്തും ഒറ്റയ്ക്ക് തന്നെ നടക്കുന്നത്. മച്ചാത്തിക്കാണ് ഈ കുഞ്ഞിനെ എടുക്കാൻ പോലും അറിയാൻ പാടില്ല. ഒറ്റ മോനായതുകൊണ്ട് ഉള്ള പാലും മുഴുവൻ കുടിച്ച് കുട്ടിറപ്പായി ആയിട്ടിരിക്കണം കേട്ടോ. ഓവർ വെയിറ്റ് കാരണമാണ് മീക്കുട്ടിക്ക് എടുക്കാൻ പറ്റാത്തത്, അതോ അവൾക്ക് എടുക്കാൻ അറിയാൻ വയ്യാത്തതാണോ? എന്ത് തന്നെ ആയാലും മീക്കുട്ടിക്ക് എടുക്കാൻ അറിയാൻ വയ്യ. അത് എന്തായാലും നഗ്നമായിട്ടുള്ള ഒരു സത്യം തന്നെയാണ് കേട്ടോ. പക്ഷെ പപ്പൂസി നമ്മുടെ തുമ്പിക്കുട്ടി ആനത്തടിച്ചായിട്ടും അവൾ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. എന്ത് തന്നെ ആയാലും അറിയില്ല. എന്തായാലും മീക്കുട്ടിക്ക് വെച്ചെടുക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ഐശക്കുട്ടി വേഗം തന്നെ അങ്ങോട്ടേക്ക് ആക്കി കൊടുത്തും കുറച്ചു നേരം വേണമെങ്കിൽ കിടന്നോന്നും പറഞ്ഞു. മീക്കുട്ടിക്കാണെങ്കിൽ സന്തോഷമായിട്ടും. നമ്മുടെ മീക്കുട്ടിയുടെ കുഞ്ഞാണെങ്കിൽ ആകെ അമ്പരം നിൽക്കേണ്ട. ഇത് ഏത് സ്ഥലം, നല്ല രസമുണ്ടല്ലോ. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഇടത്തേക്ക് വന്നേക്കുന്നതും. കാര്യം എന്താ വെച്ചാലുണ്ടല്ലോ, നമ്മുടെ മിയക്കുട്ടിക്കാണ് ഈ തുണികളോട് ഭയങ്കര അലർജിയാണെന്ന് തോന്നുന്നു. കുഞ്ഞിന് കിടക്കാൻ ഞാൻ എത്ര കട്ടിക്ക് തുണി ഇട്ട് കൊടുത്താലും മിയക്കുട്ടിയാണ് അതൊക്കെ നീക്കി ഒരു മൂലക്ക് കൊണ്ടുവച്ചിട്ടും ആ കുഞ്ഞിനെ കൊണ്ടുപോയി വെറും തിണ്ണയിൽ ആ തണുപ്പത്ത് കൊണ്ടുപോയി കിടത്തു കേട്ടോ. അതാണ് ഈ ഒരു സൈക്കോമയുടെ പരിപാടി. നമ്മുടെ പപ്പൂസ് പിള്ളേർ എടുത്തുകൊണ്ട് കിടക്കലാണെങ്കിലും നമ്മുടെ മിയക്കുട്ടിയാണെങ്കിലും കുഞ്ഞിന് എത്ര തുണി വിരിച്ചു കൊടുത്താലും ആ തുണിയൊക്കെ നീക്കി കളയോട്ടോ. കുഞ്ഞിന് ആരും ഔദാര്യം വേണ്ട എന്നുള്ളൊരു മട്ടിലാണെന്ന് തോന്നുന്നു. അപ്പോൾ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇതേപോലൊരു സെറ്റപ്പിൽ കിടക്കുന്നതും. അപ്പോൾ അതിൻ്റെ ഭാവവ്യത്യാസങ്ങളാണ് ആ കുഞ്ഞിൻ്റെ മുഖത്തുള്ളതും. മിയക്കുട്ടിയാണെങ്കിൽ വലിയ പ്രതീക്ഷയിലാണ്. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി വന്ന് കിടക്കും, എല്ലാവർക്കും കൂടി ഇനി ഇവിടെ അങ്ങോട്ട് കൂടാ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഒരു വമ്പൻ ടെസ്റ്റ് എന്താ വെച്ചാലുണ്ടല്ലോ, അപ്പുറത്ത് കിടന്ന് ഉറങ്ങണ എൻ്റെ കെട്ടിയവനുണ്ടല്ലോ എങ്ങാനും എണീച്ചെന്നെ തീർന്നിട്ടും സംഭവം എന്ന് വെച്ചാൽ നിക്കാക്കാണെങ്കിൽ പൂച്ചകളെ ബെഡേ കയറ്റുന്ന ഇഷ്ടമല്ല, പ്രത്യേകിച്ച് പേർഷ്യൻ ക്യാറ്റ്സിനും. അതിൻ്റെ മൂലകാരണം ഞാൻ തന്നെയായിട്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ രാവിലത്തെ സമയത്ത് തുമ്മലായിരിക്കുമല്ലോ കേട്ടോ. അപ്പോൾ ഇക്കാടെ ടെൻഷൻ മൊത്തം എന്താ വെച്ചാൽ ഈ പൂച്ചകളൊക്കെ ബെഡേ കയറി കിടന്ന് അവരെ ഹെയർ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും എൻ്റെ ഹെൽത്ത് വീണ്ടും കഷ്ടത്തിലാവുമെന്ന് ഓർത്തിട്ടാണ്. പിന്നെ അതോടെ തന്നെ പിള്ളേരുള്ളാണല്ലോ, അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും അസുഖം വരുമെന്ന് ഓർത്തിട്ടാണ് ഇക്കാക്ക പൂച്ചകളെ കയറ്റി കിടക്കാൻ സമ്മതിക്കാത്ത കേട്ടോ. ഇപ്പോൾ ഹെയറുള്ള പൂച്ചകൾ ആര് കയറി കിടന്നാലും ഹെയർ ഉണ്ടാവും, കിടക്കാൻ നേരത്തെ ഹെയർ ഉണ്ടാവും. അപ്പോൾ ഇക്കാക്ക ആ പരിപാടി ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവളവിടെ കിടക്കാൻ സമ്മതിച്ച ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുഞ്ഞിനെ എടുത്തിട്ട് പോവേണം. അപ്പോൾ കുഞ്ഞ് അവിടെ കിടന്നതിന് അവൾ പോകത്തില്ല. കുഞ്ഞെടുക്കാൻ അറിയാൻ വയ്യാത്തതാണ് നമ്മൾ എവിടെയാണ് കുഞ്ഞിനെ വെച്ച് കൊടുക്കുന്നതും അവിടെ പോയിരുന്നോളൂ എല്ലാം. അതുകൊണ്ട് തന്നെ കുഞ്ഞെടുത്ത് ഞാൻ പഴയ സ്ഥലത്ത് കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഞാൻ ആ സ്റ്റോർ റൂമിൻ്റെ അവിടെ കൊണ്ടുവന്ന് വച്ചേക്കണം. ഇനിയെങ്കിലും ഒന്ന് എടുക്കാൻ നോക്കിയിട്ട് വേണ്ടേന്നും പറഞ്ഞിട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുഞ്ഞ് വെച്ചു കൊടുത്തും. അവളാണ് ആ കുഞ്ഞിൻ്റെ തലമൂല് വാല് വരെ കടിച്ച് നോക്കുന്നുണ്ടും. ഒരുപക്ഷെ കുഞ്ഞിന് വേദനിക്കുമെന്നോർത്തിട്ടാന്ന് തോന്നുന്നു അവൾ കമ്മുന്നില്ല, വെറുതെ നക്കുന്നുള്ളൂ. ആ ഒരു കുഞ്ഞിനെ ഇനി അവിടെ എടുത്ത് കഷ്ടപ്പെടുത്തണ്ടെന്ന് ഓർത്ത് വേഗം ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അതിൻ്റെ അടിയിലേക്ക് വെച്ചു കൊടുത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.